എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലം 12 രാശിക്കൂറുകാരുടെയും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഓരോരോ രാശിജാതരെ പറ്റിയും അവർക്ക് 2025 അനുഭവിക്കുന്ന വരുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളെയും ഒക്കെ പറ്റി വിശദമായി ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇനിയുള്ള വീഡിയോകൾ. അതിൽ തന്നെ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 നക്ഷത്രപാദക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകയിരം 1, 2 പാദം നക്ഷത്രക്കാർക്കും 2025 എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യുകയും അവർക്ക് ഉണ്ടാകാവുന്ന ദോഷങ്ങൾക്കോ ഒക്കെ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2025 മെയ് മധ്യത്തോടു കൂടി 3 ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. അതായത് മെയ് 14 ഗുരുവിൻ്റെ രാശി പകർച്ചയുണ്ട്. ഗുരു ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നു. ശനിയാകട്ടെ മാർച്ച് 29 കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് മാറുന്നു. രാഹു മെയ് 18 മീനത്തിൽ നിന്നും കുംഭത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കും സഞ്ചരിക്കുന്നു. ഇങ്ങനെ മെയ് മധ്യം ആകുമ്പോഴത്തേക്കും ഈ ഗ്രഹങ്ങളുടെ എല്ലാം ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒരു മാറിയ അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2025 ചിന്തിക്കുമ്പോൾ ഇങ്ങനെ 2 രീതിയിൽ വേണം ചിന്തിക്കുവാൻ. അതായത് രാശിമാറ്റത്തിന് മുമ്പുള്ള അവസ്ഥയും ആ അനുഭവമായിരിക്കുകയില്ല രാശിമാറ്റത്തിന് ശേഷമുള്ള അവസ്ഥ എന്ന് അറിയണം. അപ്പോൾ ഇടവൻ രാശിക്കാരെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇടവക്കൂറുകാർക്ക് ജന്മരാശിയിൽ വ്യാഴവും 10ാം ഭാവത്തിൽ ശനിയും 11ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ട് വരുന്നത്. ഇങ്ങനെ ഇതിൽ ജന്മരാശിയിലെ വ്യാഴം കക്ഷത്തിൽ കുരു എന്നുള്ള രീതിയിലുള്ള ഒരു അനുഭവങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. 10ാം ഭാവത്തിലെ ശനിയാകട്ടെ ഒരു കണ്ടകശനിയാണ് വർത്തിക്കുന്നത്. 11ാം ഭാവത്തിലെ രാഹു എന്തുകൊണ്ടും നല്ലൊരു സ്ഥിതിയിലാണുള്ളത് എന്നും മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെയുള്ള ഒരു ഗ്രഹഗോചരമായതിനാൽ ശനിയെ ഒക്കെ കൊണ്ട് സ്ഥലം മാറ്റം, അതുമൂലമുണ്ടാകുന്ന ചെലവുകൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നത്. ഈ കണ്ടകശനി ആയിരുന്നതിനാൽ തന്നെ ജോലിസ്ഥലത്ത് പലവിധ വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ്. മനസ്സമാധാനക്കുറവിന് കാര്യമായ സാധ്യതയുണ്ട്. എന്നാൽ 11 ഈ രാഹു നിൽക്കുന്നത് കണ്ട് ചില പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചേക്കാം. വിവാഹ ബന്ധങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. ധനലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ ഈ വ്യാഴത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു ജന്മവ്യാഴമൊക്കെ ആയതുകൊണ്ട് തന്നെ ചില മാനസിക ശാരീരിക പീഡാനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നീട് വ്യാഴം മാറ്റം വരുന്നിടത്തോടുകൂടി വ്യാഴം ധനസ്ഥാനമായ 2ലാണ് വരുന്നത്. ശനിയോ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു മാർച്ച് 29 ശേഷം. പിന്നെ രാഹു ആകട്ടെ 10ൽ വരുന്നു. അത് അത്ര ശുഭകരമല്ല. അത് 10 എന്ന് പറയുമ്പോൾ തൊഴിൽ സ്ഥാനമൊക്കെയാണ് തൊഴിൽ സ്ഥലം ഉള്ള ഒരു അസ്വസ്ഥതകളാണ് അവർ പ്രതീക്ഷിക്കേണ്ടത്. ഈ 10ൽ വന്നത് കൊണ്ട് കേതുവാണെങ്കിൽ 4ൽ, അതായത് 4ൽ വരുമ്പോഴത്തേക്കും അത് ചില പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വ്യാഴം അനുകൂലമാണ്, ശനി അനുകൂലമാണ്. എന്നാൽ ഈ രാഹുവിനെയും കേതുവിനെയാണ് ഇവർ പ്രീതിപ്പെടുത്തേണ്ടത്. അത് പ്രത്യേകം മനസ്സിൽ വെക്കണം. പ്രീതി വരുത്തണം. രാഹുവിനെ പ്രീതിപ്പെടുത്തുവാൻ സർപ്പസന്നിധികളിലൊക്കെ പ്രാർത്ഥിക്കണം. ആയില്യത്തിന് 100 പാലും കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ കേതുവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഗണപതിയെ ഭജിക്കണം. വിഘ്ന നിവാരണത്തിനും ഒക്കെയായിട്ട് ഗണപതിയെ ഭജിക്കണം. ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തണം. ഇതൊക്കെയാണ് അറിയേണ്ടത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് മറ്റ് ഗ്രഹങ്ങളായ ബുധൻ, ശുക്രൻ, കുജൻ, ആദിത്യൻ, ചന്ദ്രൻ ഇവരുടെ എല്ലാം സ്വാധീനം എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ നമ്മൾ ഈ രാശിനാഥൻ, അതായത് ഇടവക്കൂറുകാരുടെ രാശിനാഥനെ ശുക്രനെ പറ്റി ചിന്തിച്ചു പോകാം. അതായത് ഈ ജനുവരി തുടക്കത്തിൽ ശുക്രൻ ശനിയോടുകൂടിയാണ് ശനിക്ഷേത്രത്തിൽ നിൽക്കുന്നത്.
എന്നാൽ പിന്നീട് അതായത് ഈ ജനുവരി തീരുമ്പോഴേക്കും ശുക്രൻ ഉച്ചക്ഷേത്രത്തിൽ മീനത്തിൽ വരുന്നു എന്നുള്ളത് ഈ ഇടവക്കൂറുകാർക്ക് എന്തുകൊണ്ടും അനുഗ്രഹമാണ്. സ്വന്തം രാശിനാഥൻ 11-ലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതായത് ശുഭകരമായ മിക്ക കാര്യങ്ങൾക്കും ഇത് അനുകൂലമാണ്. ശുക്രനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്ന വിവാഹാദി മംഗള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു കാലം അനുകൂലമാണ്. അതായത് ഫെബ്രുവരി തുടക്കം മുതൽ തന്നെ നല്ല ഫലം ഈ രാശിനാഥൻ നിങ്ങൾക്ക് കൊണ്ടുതരും. ശുക്രൻ്റെ കൂടെ രാഹുസ്ഥിതിയും കൂടിയുണ്ട്. എന്നാലും അത് വിവാഹ കാര്യങ്ങൾക്കൊക്കെ അനുകൂലം തന്നെയാണ്. 11-ൽ നിൽക്കുന്ന രാഹുവാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ വാഹനങ്ങൾ മേടിക്കുവാനും ഒക്കെയുള്ള ഒരു നല്ല സമയമായിട്ട് കണക്കാക്കണം. പിണങ്ങി നിൽക്കുന്ന സ്വരച്ചേർച്ചയില്ലാത്ത ദമ്പതിമാർക്കെല്ലാം ഈശ്വര പ്രാർത്ഥനയിലൂടെ അവർ തമ്മിൽ ഒന്നിക്കാൻ പറ്റിയൊരു സമയമൊക്കെയാണ് ഈ വരുന്ന ഈ ഫെബ്രുവരി മുതലുള്ള കാലഘട്ടം. കാരണം നിങ്ങൾക്ക് വ്യാഴവും അനുകൂലമായിട്ട് വരുന്നു. രാശിമാറ്റം വരുമ്പോൾ അത് മെയ് ജൂണൊക്കെ ആവും, മെയ് അവസാനമാവും. എന്നിരുന്നാലും ഈ ഒരു കാലം തൊട്ടേ നിങ്ങൾ അതിനുള്ള ശ്രമമൊക്കെ നടത്തണം. അതായത് ഇടവമാസം 15-ാം തീയതി വരെയും ഈ ശുക്രൻ നിങ്ങൾക്ക് ഉച്ചത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഇടവം 17 ആകുമ്പോഴാണ് ഈ ശുക്രൻ ഈ ഉച്ചസ്ഥിതിയിൽ നിന്ന് മാറി അടുത്ത രാശിയിലോട്ട് മാറുന്നത്. അപ്പോൾ അതുവരെയുള്ളൊരു കാലം ഈ വക കാര്യങ്ങളിലെല്ലാം അനുകൂലമാണ്. പിന്നെ നിങ്ങൾക്ക് അപ്പോഴത്തേക്കും വ്യാഴം അനുകൂലമായിട്ട് വരും. അപ്പോൾ ഈ വ്യാഴം അനുകൂലമായ സമയവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് പുനർവിവാഹം അന്വേഷിക്കുന്നവർക്ക് പുനർവിവാഹവും നല്ല വിവാഹവും ഒക്കെ വരാൻ സാധ്യതയുള്ള സമയങ്ങളാണ്. അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. കാരണം നിങ്ങൾക്ക് മറ്റ് ഗ്രഹങ്ങളും എല്ലാം അനുകൂലമായിട്ട് വരുന്നു. വ്യാഴം അനുകൂലമാകുന്നു, ശനി അനുകൂലമാകുന്നു. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ ഇതെല്ലാം. ഇത് വേണ്ട രീതിയിൽ ഈശ്വര പ്രാർത്ഥനയിലൂടെ ഈ സ്വന്തം രാശിനാഥനായ ശുക്രനെ പ്രീതിപ്പെടുത്തുകയും വേണം. അത് ദുർഗ ഭഗവതിയെയൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നിർവഹിക്കുവാൻ നോക്കണം. അത് കഴിഞ്ഞ് ശുക്രൻ വീണ്ടും നിങ്ങളുടെ രാശിയിൽ തന്നെ വരുന്നു എന്നുള്ളതും ഇതൊരു അനുകൂലമായിട്ട് തന്നെ എടുക്കാതും. അപ്പോൾ ആ ഒരു ജൂലൈ ഓഗസ്റ്റ് സമയമൊക്കെ വളരെ അനുകൂലമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സമയത്ത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. മത്സര പരീക്ഷകളെല്ലാം വിജയിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജോലിക്കൊക്കെ സാധ്യത ഈ വ്യാഴം അനുകൂലമാകുന്നതുകൂടി ഉണ്ട് എന്നുള്ളത് പ്രത്യേകം സ്മരിക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനമൊക്കെ തുടങ്ങണം. നമ്മൾ പ്രവർത്തിച്ചാലേ അതിൻ്റെ അനുകൂല സമയം ഉപയോഗപ്പെടുത്താൻ പറ്റൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മ വേണം. അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ വ്യാഴം 2-ൽ വന്ന സമയവും ഈ ശനി നിങ്ങൾക്ക് 11-ൽ എത്തിയ സമയം കൂടിയാണ്. അപ്പോൾ അത് കാരണം നിങ്ങളുടെ രാശിനാഥനും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന സമയങ്ങളാണ്. അപ്പോൾ ഇത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താം. പിന്നെ അതുപോലെ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് ഈ ഒരു സമയം. കൃഷി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം കൃഷി ചെയ്താൽ നല്ല ഒരു മെച്ചം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കണം. അതേസമയം കേതു 4-ൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യുവാൻ. വ്യാഴം അനുകൂലമാവുന്നത് നിങ്ങൾക്ക് ധാരാളം പണമൊക്കെ വരും. അപ്പോൾ നമുക്കൊരു ഭൂമിയോ വസ്തുവോ ഒക്കെ മേടിക്കാം എന്ന് തോന്നും. മേടിക്കാൻ അനുകൂലം സമയമാണോ എന്ന് ചോദിച്ചാൽ വ്യാഴം അനുകൂലമായതുകൊണ്ട് വേണമെങ്കിലാവാം. പക്ഷേ അതിൻ്റെ നഷ്ടമൊന്നും ഉണ്ടാവാതെ, അതായത് അതിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങളൊരു ഭൂമി മേടിക്കുവാനോ വീട് മേടിക്കുവാനോ ഒക്കെ ചെയ്യേണ്ടത്. അതിന് വേണ്ട ഗണപതിയെയൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വേണം. അത് പ്രത്യേകം മനസ്സിലിരിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇടവം രാശിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴവും ശനിയും ഒക്കെ അനുകൂല അവസ്ഥയിലാണ് നിൽക്കുന്നത്. 2025 മധ്യം കഴിഞ്ഞ് ഒരു ഒക്ടോബർ 17 വരെ വ്യാഴത്തിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് കാര്യമായിട്ട് തന്നെ ഉണ്ട്. എന്നാൽ ഒക്ടോബർ 17-ന് ഈ വ്യാഴം മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് ഒരു രാശി മാറ്റമുണ്ട്. അത് ഇടവം രാശിക്കാർക്ക് 3-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം, അതായത് ഒക്ടോബർ 17 മുതൽ ഡിസംബർ 6 വരെയാണ് ഇങ്ങനെ കർക്കിടകത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു വ്യാഴത്തിൻ്റെ ഈ ഒരു സംക്രമണം ഇടവം രാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കുകയില്ല. ആ ഒക്ടോബർ മുതലുള്ള ഈ ഒരു ഡിസംബർ വരെയുള്ളൊരു കാലഘട്ടം, ഡിസംബർ 6 വരെയുള്ളൊരു കാലഘട്ടം നിങ്ങൾക്ക് അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കണം. വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം അപ്പോൾ അവിടെ ഉണ്ടാവുന്നില്ല.
അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാലഘട്ടവും കൂടെ ഒരു പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് വേണം കാര്യങ്ങളിലൊക്കെ മുമ്പോട്ട് പോകുവാൻ. എന്നാൽ വീണ്ടും ഡിസംബർ 6-ന് ഇത് വക്രഗതിയിൽ തിരികെ മിഥുന രാശിയിലേക്ക് തിരിച്ചു വരുന്നു. അതായത് നിങ്ങളുടെ ധനഭാവത്തേക്ക്. നിങ്ങൾ നിങ്ങളുടെ ധർമ്മദൈവത്തെയും നിങ്ങളുടെ രാശിനാഥനെയും ഒക്കെ പ്രീതിപ്പെടുത്തിയാൽ നല്ലൊരു വർഷം തന്നെ ആയിരിക്കും 2025 എന്ന് മനസ്സിലാക്കണം. പിന്നെ ഈ 2026 ജൂൺ വരെ തന്നെ ഈ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ 2-ാം ഭാവത്തിലുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം കാര്യങ്ങൾക്കൊക്കെ മുമ്പോട്ട് പോകുവാൻ. പിന്നെ 3-ലേക്ക്, അതായത് കർക്കിടകത്തിലേക്ക് പിന്നെ ഉണ്ടാകുന്ന ആ സംക്രമണം നിങ്ങൾക്കത്ര നന്നായിരിക്കുകയില്ല. അപ്പോൾ 2026 ജൂൺ വരെ നിങ്ങളുടെ വ്യാഴം ധനഭാവത്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അതുവരെയുള്ള കാലഘട്ടം. അപ്പോൾ 2025 പൊതുവേ നിങ്ങൾക്ക് മദ്യം കഴിയുന്നതോടെ നന്നായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ ജാതകം നല്ലതുപോലെ അപഗ്രഥനം ചെയ്തിട്ട് നിങ്ങളുടെ ദശ അപഹാരാദി കാലങ്ങളിലൂടെ നോക്കണം. ആ ദശ അപഹാരങ്ങളും ശുഭമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന കാലം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു കാലം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.